നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഗ്ലാസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ, ഗ്ലാസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് വെൻ എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് ഹൈലി വിസ്കസ് മോൾട്ടൺ സിലിക്കേറ്റ്സ് അപ്പോൺ moderately and rapidly cooling solidifies into an amorphous rigid body without crystallization. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്താ പറയാം, ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത് എന്താണ് മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്. ഗ്ലാസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം സാൻഡ്, പിന്നെ സോഡിയം കാർബണേറ്റ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. ഇതെന്ത് ചെയ്യും, നന്നായിട്ട് പൗഡർ ചെയ്യും. These are powdered well and mixed together in proper proportions. A small amount of broken glass, അതായത് നമ്മളിത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കുപ്പി കഷ്ണങ്ങൾ അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകളൊക്കെ എന്ത് ചെയ്യും, നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേര് കല്ലറ്റ് എന്നാണ് പറയാം. ഈസ് ആൾസോ ആഡഡ് ടു ദ മിക്സ്ചർ ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് സിലിക്ക ആൻഡ് ടു ലോവർ ഇറ്റ്സ് വിസ്കോസിറ്റി. അപ്പോൾ അവിടുത്തെ സിലിക്ക മേജർ കമ്പോണൻറ്റ് സിലിക്കയാണ്. അപ്പോൾ ആ സിലിക്കയുടെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കല്ലറ്റുകളെ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ദ മിക്സർ ഈസ് ഫ്യൂസ്ഡ് ഇൻ എ ഫർണസ് യൂസിങ് പ്രൊഡ്യൂസർ ഗ്യാസ് ആസ് ഫ്യൂവൽസ്. ദിസ് ലീഡ്സ് ടു ദ ഫോളോവിങ് റിയാക്ഷൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ വരുന്നത്. ഇതേപോലത്തെ ഒരു ഫർണസിലേക്കാണ് ഇടുക. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് എയറിനെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസർ ഗ്യാസ് ഇതിലേക്ക് കൊടുക്കും. ബേണിംഗ് പ്രൊഡ്യൂസർ ഗ്യാസ് അവിടെ മോൾട്ടൺ ഗ്ലാസ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, അത് വരും. അവിടെ വെച്ചിരിക്കുന്നത് എന്താണ്, ഹോട്ട് ബ്രിക്സ് ആണ് വെച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, സോഡിയം കാർബണേറ്റ് സിലിക്കൺ ഡയോക്സൈഡുമായി ചേർത്തിട്ട് Na2SiO3 വരും. കാൽഷ്യം കാർബണേറ്റ് സിലിക്കൺ ഡയോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം സിലിക്കേറ്റ് വരും. ദ എവല്യൂഷൻ ഓഫ് CO2 കോസസ് ദ ഫ്രോത്തിങ് ഓഫ് ദ മിക്സ്ചർ ഇൻ ദ ബിഗിനിങ്. അതായത് നമ്മൾ CO2 ഇവോൾവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ബബിൾസ് അതിലേക്ക് വരും. അതിനാണ് നമ്മൾ ഫ്രോത്തിങ് കാരണം എന്താണ്, CO2 എവല്യൂഷൻ ഉണ്ടാകുമ്പോൾ ആ ബബിളിങ് എന്ത് ചെയ്യും നമുക്ക് കാണാം. ബട്ട് വെൻ ആൾ CO2 ഹാസ് ബീൻ expelled we get a clear highly viscous liquid consisting of a mixture of sodium and calcium silicates. Then it is എന്താണ് poured into molds or blown into desired shape and cooled at an optimum rate. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൗൾഡിലേക്ക് മാറ്റും. അല്ലെങ്കിൽ ഏത് ഷേപ്പാണോ നമുക്ക് കിട്ടേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി വെക്കും. ആ സെറ്റ് ആവാൻ വയ്ക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അനീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ദ പ്രോസസ് ഓഫ് കൂളിംഗ് ദ ഹോട്ട് ഗ്ലാസ് അറ്റ് എൻ ഒപ്റ്റിമം റേറ്റ് ഈസ് കാൾഡ് അനീലിംഗ്. ദ കൂൾ ആർട്ടിക്കിൾസ് അറ്റ് എൻ ഒപ്റ്റിമം റേറ്റ് ദേ ആർ മെയ്ഡ് ടു പാസ് ത്രൂ എൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് ടണൽ ലൈക്ക് ഫർണസ് with a 22 meters length and 2 meters width and height. The temperature of the furnace is adjusted. It is very hot at the opening and cold towards the end. അപ്പോൾ അങ്ങനെയാണ് അനീലിംഗ് പ്രോസസ്സ് അവിടെ ചെയ്യാം. ഈ ടൈപ്സ് ഓഫ് ഗ്ലാസ്സസ്, ഇത് 2 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഗ്ലാസ്സസും അതിൻ്റെ യൂസസും. ഫസ്റ്റത്തെ 3 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വൺ എന്താണ്, സോഡ ഗ്ലാസ്. സോഡ ഗ്ലാസ്സിന് വേറെ പറയുന്ന പേര് വിൻഡോ ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ് എന്നൊക്കെ പറയും. എന്താണ്, കോഡ്സ് സാൻഡ് സോഡിയം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റിനൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മേജർ കമ്പോണൻറ്റ് SiO2 ആണ് 75%. ആ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ത് ചെയ്യുക നോക്കുക. എന്തിനൊക്കെ, വിൻഡോ പെയിന്, ചീപ്പ് ടേബിൾ വെയർ, റീജൻ്റ് ബോട്ടിൽസൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് ടെമ്പറേച്ചറിന് എന്ത് ചെയ്യില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് വരുന്നത് പൊട്ടാഷ് ഗ്ലാസ് ആണ്. അതിനെ ഹാർഡ് ഗ്ലാസ് എന്നാണ് പറയാം. എന്തൊക്കെയാണ്, കോഡ്സ് ഓർ സാൻഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഇവ 3 ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹൈലി വിത്ത്സ്റ്റാൻഡ് ടു ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ കമ്പഷൻ ട്യൂബ്, നമ്മുടെ ബോയിലിംഗ് ട്യൂബൊക്കെ, കമ്പഷൻ ട്യൂബ്, കെമിക്കൽ ഗ്ലാസ് വെയറിലൊക്കെ പൊട്ടാഷ് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ അതിൽ ആ കോമ്പോസിഷൻ നോക്കുക. ഏറ്റവും കൂടുതൽ വരുന്നത് SiO2 PbO 2 ആൾക്കാരാണ്. അവർ ഹെവി ആൻഡ് ഡ്യൂറബിൾ ഗ്ലാസ് ആണ്. ഹൈ ക്ലാരിറ്റി ഉണ്ടാവും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കൂടുതലാണ്, ഹൈ ട്രാൻസ്പെറൻസി ആണ്. അപ്പോൾ പൊതുവേ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ലെൻസ്, പ്രിസങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്സസ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. നമ്മുടെ ലാബുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബോറോ സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ സോഡിയം കാർബണേറ്റ്, അലുമിനിയം ഓക്സൈഡ്, ബോറിക് ഓക്സൈഡ് ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് നോക്കുക. ലബോറട്ടറി ഗ്ലാസ് വെയറിന്, അതുപോലെ കുക്ക് വെയറിന് ആൻഡ് ക്യാൻ ബി ഹീറ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്
റിഫ്രാക്റ്ററി മെറ്റീരിയൽസ് എന്നാണ്. അപ്പം റിഫ്രാക്റ്ററീസ് ആർ സെറാമിക് മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആസ് വെൽ abrasive and corrosive action of molten metals, slags and gases without suffering a deformation in shape. അപ്പം ഹൈലി വിഡ്സ്റ്റാൻഡ് ടു ടെമ്പറേച്ചർ ആയിക്കോട്ടെ, കൊറോഷൻ ആയിക്കോട്ടെ, അതേപോലെ പലതിനെയും വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് അലുമിന, അതേപോലെ സിർക്കോണിയൊക്കെ. അപ്പോൾ അതിൻ്റെ റിഫ്രാക്ടറീസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ ലൈനിങ് ഓഫ് ഫർണസസ്, ക്ലിൻസ്, ഇൻസർനേറ്റേഴ്സ് ആൻഡ് റിയാക്ടേഴ്സ്. ഇപ്പോൾ എന്താണ്, അവർക്ക് ഹൈ വിഡ്സ്റ്റാൻഡ് പവർ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ടേഴ്സിൽ അതേപോലെ ഫർണസസിലൊക്കെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഉള്ളിൽ ലൈനിങ് ചെയ്യാനായിട്ട് ഇവരെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിഫ്രാക്റ്ററി കാർബൈഡ്സ് പഠിക്കാനുണ്ട്, അതേപോലെ ബോറൈഡ്സും പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കാം റിഫ്രാക്റ്ററി കാർബൈഡ്സ്. ഇപ്പോൾ എന്താണ് റിഫ്രാക്റ്ററി കാർബൈഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഒരു കാർബൈഡ് എന്ന് പറഞ്ഞാൽ, compounds of carbon with elements having almost equal or lower electronegativities are called carbides. അതായത് കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാവുക. അതിൽ കാർബണിൻ്റെ കൂടെ വരുന്ന മറ്റേ രണ്ടാമത്തെ ആളെന്തായിരിക്കും, കാർബണിൻ്റെ ഏകദേശം ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി, കാർബണിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബൈഡ്സ് എന്ന് പറയും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോവലൻ്റ് കാർബൈഡ്സ് ഏതൊക്കെയാണ്? സിലിക്കൺ കാർബൈഡ്, അത് നമ്മൾ പറയുക കാർബോറിൻഡം, പിന്നെ ബോറോൺ കാർബൈഡാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് സിലിക്കൺ കാർബൈഡാണ്, അല്ലെങ്കിൽ കാർബോറൻഡം, അല്ലെങ്കിൽ SiC എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചർ എങ്ങനെയാണ്? ആസ്കൻസ് പ്രോസസ്സ് വഴിയാണ് അതിൻ്റെ മാനുഫാക്ചർ നടത്തുന്നത്. അപ്പോൾ സിലിക്കൺ കാർബൈഡ് ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് എ മിക്സർ ഓഫ് സാൻഡ്, കോക്ക് ആൻഡ് സോഡസ്റ്റ്. പെർസെൻറ്റേജ് നോക്കണമെന്നില്ല. ആൻഡ് SiO2 ആൻഡ് കോക്ക് ആൻഡ് സോഡസ്റ്റ് അറ്റ് 1600 to 2500 degrees Celsius in an electric furnace using a graphite core. അപ്പോൾ അവിടെ SiO2 പ്ലസ് കോക്കിനെയാണ് നമ്മൾ കാർബൺ എന്ന് പറയുക, 3C. അവിടെ ഗീവ്സ് എന്നുള്ള സിമ്പിൾ അവിടെ കൊടുത്തിട്ടില്ല. 3C ഗീവ്സ് SiC പ്ലസ് 2CO എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ്, CO escapes and burns to CO2 at the top. The layer of silicon carbide is produced around the graphite core. എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്? അതിന് ഹൈ റെസിസ്റ്റൻസ് ടു ഹീറ്റാണ്. എബവ് നമുക്ക് എന്താണ് 2500 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യാം, അതിന് വിഡ്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബിയർ റെസിസ്റ്റൻസ് ആൻഡ് അബ്രേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനാണ്. നിയർലി ഹാർഡ് ആസ് ഡയമണ്ട്, എക്സ്ട്രീംലി ഇനേർട്ടാണ്. അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ മോർ ദാൻ 200 ക്രിസ്റ്റലൈൻ മോഡിഫിക്കേഷൻസ് കാൾഡ് പോളി ടൈപ്സ് ഓഫ് SiCs ആർ നോൺ. അതായത് ഇതിൻ്റെ ഒരുപാട് 200 തരം ക്രിസ്റ്റലൈൻ മോഡിഫിക്കേഷൻ എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സിലിക്കൺ കാർബൈഡ്. ഈച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് കാർബൺ ആൻഡ് സിലിക്കൺ ഇൻ ഈക്വൽ എമൗണ്ട്സ്, ഈച്ച് സിലിക്കൺ ആറ്റം ബീയിങ് സറൗണ്ടഡ് ടെട്രാഹീഡ്രലി ബൈ 4 carbon atoms and each carbon atom being surrounded by tetrahedrally by 4 silicon atoms. അപ്പോൾ നമ്മൾ ഏതൊരു സ്ട്രക്ചർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എടുത്താലും ഈക്വൽ നമ്പർ ഓഫ് സിലിക്കണും ഈക്വൽ നമ്പർ ഓഫ് കാർബണാണ് ഉണ്ടാവുക. അതിൽ ഒരു കാർബണിനെ 4 സിലിക്കൺ കൊണ്ട് ടെട്രാഹീഡ്രലി കവർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഒരു സിലിക്കനെ 4 കാർബൺ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ടെട്രാഹീഡ്രലി സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ യൂസസ് എന്താണ്? ലൈനിങ് ഓഫ് ഫർണസസ്, കട്ടിംഗ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യും, സെറാമിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ എലമെൻറ്റ്സ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബോറോൺ കാർബൈഡാണ്. ബോറോൺ കാർബൈഡിൻ്റെ മാനുഫാക്ചർ എങ്ങനെയാണ്? ബോറോൺ കാർബൈഡ് ഈസ് manufactured by the reduction of boron trioxide with carbon and electric arc furnace at 1600 degrees Celsius. അപ്പോൾ ബോറോൺ ട്രയോക്സൈഡിനെ കോക്ക് വെച്ചിട്ട് കാർബൺ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. എവിടെയാണ്? ഒരു ഇലക്ട്രിക് ഫർണസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 1600 ഡിഗ്രി സെൽഷ്യസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് B4C. അതിനെയാണ് നമ്മൾ ബോറോൺ കാർബൈഡ് എന്ന് പറയാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ബോറോൺ കാർബൈഡ് ഈസ് ഈവൻ ഹാർഡർ ദാൻ സിലിക്കൺ കാർബൈഡ്, ഗുഡ് ന്യൂട്രോൺ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട് ആൻഡ് അബിലിറ്റി ടു ഷീൽഡ് ഫ്രം അയണൈസിങ് റേഡിയേഷൻസ്. ഇറ്റ് ഈസ് ആൻ അബ്രസീവായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ന്യൂട്രോൺ അബ്സോർബർ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലായിട്ട് യൂസ് ചെയ്യും, ന്യൂട്രോൺ അബ്സോർബറായിട്ട് യൂസ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റ് ഫോർ കാർബൺ ബോണ്ടഡ് റിഫ്രാക്ടറി മെറ്റീരിയൽസ്, റേഡിയേഷൻ ഷീൽഡായിട്ട് യൂസ് ചെയ്യും, ബ്രേക്ക് ലൈനിങ് ഇൻ വെഹിക്കിൾസ്, അങ്ങനെയൊക്കെ ഒരുപാട് യൂസസ് വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ടൈപ്പ് കാറ്റഗറിയാണ് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ് അല്ലെങ്കിൽ മെറ്റാലിക് കാർബൈഡ്, അതല്ലെങ്കിൽ റിഫ്രാക്ടറി കാർബൈഡ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് ആർ ദോസ് ജനറലി ഗിവൺ ബൈ ദ
കാർബൺ വിത്ത് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, കാർബണും ട്രാൻസിഷൻ എലമെൻറ്റ്സും കൂടി വരുന്ന കേസിലാണ് അതിനെ ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് വിത്ത് സം അതർ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൂസ് അറ്റോമിക് റേഡിയൈ ആർ ഗ്രേറ്റർ ദാൻ 1.3 ആങ്സ്ട്രം. ദ കാർബൺ ആറ്റംസ് ഓക്യുപ്പൈ ദ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻസ് ഓഫ് മെറ്റൽ ലാറ്റിസ്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ എന്താണ്? ഫോംസ് MC ടൈപ്പ് ഓഫ് കാർബൈഡ് ഓഫ് ടൈറ്റാനിയം, സിർക്കോണിയം, HF. ഇവരൊക്കെ ആയിട്ടാണ് പൊതുവെ ഇത് കാണിക്കാറ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ 2 പ്രിപ്പറേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ നോക്കുക. ഫസ്റ്റ് വൺ എന്താണ്? ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇപ്പോൾ എന്താണ്? ആ കോമ്പൗണ്ട് എടുക്കുക, ഡയറക്റ്റ്ലി കാർബൺ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്താൽ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടൈറ്റാനിയം കാർബൺ കൊടുത്താൽ ടൈറ്റാനിയം കാർബൈഡ് ഫോം ചെയ്യും. ഇനി അല്ലെങ്കിൽ എന്താണ്? മെത്തേഡ് ഇൻവോൾവ് ഹീറ്റിംഗ് ദ മെറ്റാലിക് ഓക്സൈഡ്. മെറ്റൽ എടുക്കുന്നതിന് പകരം മെറ്റാലിക് ഓക്സൈഡ് എടുക്കുക, എന്നിട്ട് കാർബൺ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക ഒരു ഇലക്ട്രിക് ഫർണസിൽ. ഒരു 2000 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറിൽ ചെയ്താൽ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ആ ടൈപ്പിലുള്ള കാർബൈഡ് എന്ത് ചെയ്യും? കിട്ടും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ജനറലി അൺറിയാക്റ്റീവ് ആണ്. അതിൽ കുറച്ചെണ്ണം എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. ദേ ആർ എക്സ്ട്രീംലി ഹാർഡാണ്, ഗുഡ് തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് ആൻഡ് ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി. എന്തൊക്കെ യൂസ് ചെയ്യും? കട്ടിംഗ് ടൂളുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. വിയർ റെസിസ്റ്റൻറ്റ് പാർട്ട് ഓഫ് മെഷീൻസിന്, റോക്കറ്റ് നോസിലായിട്ട്, ജെറ്റ് എൻജിൻ പാർട്സൊക്കെ ആയിട്ട് ഇൻഡസ്ട്രീഷ്യൽ കാർബൈഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിഫ്രാക്റ്ററി ബോറൈഡ്സ് ആണ്. ബോറൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ വിത്ത് മോർ ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്സ്, യൂഷ്വലി എ ട്രാൻസിഷൻ മെറ്റൽ. ഇപ്പോൾ ഏകദേശം 200 മെറ്റാലിക് ബോറൈഡ് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാനായിട്ട് പറ്റും. ചിലത് MB ടൈപ്പ്, M2B ടൈപ്പ്, MB2, MB4, MB6 ആ ടൈപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഹീറ്റിംഗ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാർബൈഡ് എന്ന് പറയുന്നത് പോലെ ബോറൈഡ് എന്ന് പറയുന്ന കാര്യമ്പോൾ ഇവിടെ എന്താണ്? കാർബണിന് പകരം ബോറോൺ വെച്ചിട്ടാണ് നമ്മൾ എന്താവുക? ഹീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് 2-3 എക്സാമ്പിൾസ്. അതിലെ പ്രോപ്പർട്ടീസ് വരികയാണെങ്കിൽ എന്താണ്? റിഫ്രാക്റ്ററി മെറ്റീരിയൽസ്, സെവറൽ of them possess very important industrially utilizable properties such as exceptional hardness up to high temperature, high melting point, high thermal conductivity, high electrical conductivity. പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കാം? കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ, വിയർ റെസിസ്റ്റൻറ്റ്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റ് ആർമർ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സിൽ അപ്പാരറ്റസ് ഇൻസ്ട്രുമെൻറ്റ്സിൽ, ജനറേറ്റർ അപ്പാരറ്റസ് ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കാനുള്ള സാധനം റോക്കറ്റ് പ്രൊപ്പല്ലൻസ് ആണ്. അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അതിന് ആ മുകളിലേക്ക് കുതിച്ച് പൊങ്ങാനുള്ള ത്രസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് റോക്കറ്റ് പ്രൊപ്പല്ലൻസ്. അപ്പോൾ അതിൽ ലിക്വിഡ് ടൈപ്പ് ഉണ്ടാവാം, സോളിഡ് ടൈപ്പ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പല്ലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റോക്കറ്റ് പ്രൊപ്പല്ലൻറ്റ് ഈസ് എ കെമിക്കൽ യൂസ്ഡ് ഇൻ എ റോക്കറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് പ്രൊപ്പൾസീവ് മാസ് ദാറ്റ് ഈസ് ഇജക്റ്റഡ് അറ്റ് എ വെരി ഹൈ സ്പീഡ് ത്രൂ എ കെമിക്കൽ റിയാക്ഷൻ. This propulsive mass ejected with a very high speed form a rocket engine to produce a thrust and thus provide spacecraft propulsion. ഇപ്പോൾ പൊതുവെ എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുക. പ്രൊഡ്യൂസ് എന്താണ്? ഒരു ഹോട്ട് ഗ്യാസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.